എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളായിരുന്നു വി ശിവൻകുട്ടി എന്ന്. കാരണം എന്താണ്? കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും ബൂസ്റ്റും ഒക്കെ കൊടുത്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ റീലുകളൊക്കെ ഇട്ട് ലൈക്കൊക്കെ വാരിക്കൂട്ടി വൈറലായി നിൽക്കുന്ന ഒരു മന്ത്രി. പിള്ളേരുടെ ഇടയിൽ ശിവൻകുട്ടി അങ്ങനെ തിളങ്ങി നടന്നിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരോട് എനിക്കെന്നും പുച്ഛം മാത്രമാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറയുന്നത്. അധികാരമൊന്നും ആർക്കും സ്ഥിരമല്ല. പിന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ മാറ്റി ബിരിയാണി കൊടുത്തത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കനത്ത തിരിച്ചടി നൽകി പിണറായി സർക്കാർ അങ്ങനെ അമ്പെ പരാജയപ്പെട്ട് പുറത്താവുകയും ചെയ്തു. പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസം പോലും തികഞ്ഞിട്ടുമില്ല. അപ്പോഴേക്കും ഇതാ മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ബിരിയാണി ചെമ്പിന്റെ മൂടിയൊക്കെ തുറക്കുന്നത് പോലെ അഴിമതിയുടെ അഴുക്കുചാലുകളാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ പൊട്ടിയൊലിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്നത് കേവലം ഒരു കെട്ടിടം തകർച്ച മാത്രമല്ല. കഴിഞ്ഞ വർഷം ജൂലൈയിൽ, അതായത് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല, ഏതാനും മാസങ്ങൾ മാത്രം മുമ്പ് ഇതേ ശിവൻകുട്ടി മന്ത്രിയായിരുന്നപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്നും പറഞ്ഞ് 3 കോടി രൂപ പൊതുജനങ്ങളുടെ നികുതിപ്പണം മുടക്കി നവീകരിച്ച കെട്ടിടമാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത്. വെറും മാസങ്ങൾ മാത്രം മുമ്പ് 3 കോടി മുടക്കി എന്ന് കാണിച്ച് വലിയ ശിലാഫലകമൊക്കെ സ്ഥാപിച്ച അതേ കെട്ടിടം സമയം വൈകുന്നേരം 5:30 ആയതുകൊണ്ട് മാത്രം കുരുന്നുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. എങ്ങാനും സ്കൂൾ സമയത്താണ് ഇത് സംഭവിച്ചതെങ്കിലോ? എത്ര കുരുന്നുകൾ, അതും വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറന്ന ദിവസം തന്നെ. എന്തായാലും മുൻ മന്ത്രി വി ശിവൻകുട്ടി മറുപടി പറഞ്ഞേ തീരുവെന്നാണ് തിരുവനന്തപുരം മേയർ VV രാജേഷ് പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നത്. എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ അട്ടക്കുളങ്ങരയിൽ സംഭവിച്ച ആ കോടികളുടെ പകൽക്കൊള്ള? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നടുക്കുന്ന ആ വിവരങ്ങൾ, ആരും പറയാത്ത സത്യങ്ങൾ നമ്മളിന്ന് പൂർണ്ണമായും തുറന്നു കാട്ടുന്നു. മാപ്രകൾ ആരും ചർച്ച ചെയ്യില്ല, നമുക്കെന്തായാലും ചർച്ച ചെയ്തല്ലേ പറ്റുള്ളൂ. വീഡിയോ മുഴുവനായും കാണുക, കാരണം ഇത് നമ്മുടെ കുട്ടികളുടെ ജീവന്റെ വിലയാണ്. നമുക്കെന്തായാലും കഴിഞ്ഞ ദിവസത്തിലേക്കൊന്ന് പോകാം. തിങ്കളാഴ്ച വൈകുന്നേരം അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂൾ ക്യാമ്പസ്. സാധാരണ പോലെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് കുട്ടികളും അധ്യാപകരും സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് മടങ്ങി. സമയം 5:30 പെട്ടെന്നാണ് സ്കൂൾ ക്യാമ്പസിനെ നടുക്കിക്കൊണ്ട് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത്. ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ സ്കൂളിലെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നു. തകർന്നു വീണത് മറ്റൊന്നും ആയിരുന്നില്ല, സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ SSAയുടെ ഓഫീസിന്റെ ഭാഗമായിരുന്നു അത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയിലും ഭിത്തികളിലും തകർന്ന തരിപ്പണമായി മണ്ണടിയുമ്പോൾ അവിടെ അവശേഷിച്ചത് വലിയൊരു പുകപടലം മാത്രമായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ് പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ ജീർണിച്ച മുഖം കൂടിയായിരുന്നു. ഇഷ്ടംപോലെ അഴിമതി കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് കുട്ടികളുടെ ജീവൻ വെച്ചിട്ടാണല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ദൈവാധീനം ഒന്നു മാത്രം കൊണ്ടാണ് അവിടെ ഒരു വൻ ദുരന്തം ഒഴിവായത്. സമയം 5:30 ആയതുകൊണ്ട് കുട്ടികൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ചിന്തിച്ചു നോക്കൂ, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചതെങ്കിലോ വാർത്തകൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയേനെ. നമ്മുടെ കുരുന്നുകൾ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ് മുറികളുടെ തൊട്ടടുത്തുള്ള ഭാഗമാണ് തകർന്നത്. ആ അടിയന്തര സാഹചര്യത്തിൽ കുട്ടികൾ പരിഭ്രാന്തരായി ഓടിയിരുന്നുവെങ്കിൽ, കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അവരുടെ മേൽ വീണിരുന്നെങ്കിൽ, ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരിക വലിയൊരു കണ്ണീരാവുമായിരുന്നു, അല്ലേ? കഴിഞ്ഞ വർഷം ഇതേ സമയം സ്കൂൾ തുറന്നപ്പോൾ ലൈൻ കമ്പിയുടെ പിശക് മൂലം സംഭവിച്ചൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അപകടം നടന്ന മിനിറ്റുകൾക്കകം തന്നെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയൊരു ചോദ്യമുണ്ട്, ഇത് ഈ അടുത്ത കാലത്തല്ലേ നവീകരിച്ചത് എന്ന്. അതെ, ജനങ്ങളുടെ ആ സംശയം 100% ശരിയായിരുന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടം എന്നും പറഞ്ഞ് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ, അതായത് കൃത്യമായി പറഞ്ഞ മുൻ LDF ഗവൺമെന്റിന്റെ കാലത്ത് 3 കോടി രൂപ അനുവദിച്ച് അത്യാധുനിക രീതിയിൽ നവീകരിച്ചു എന്ന് അവകാശപ്പെട്ട കെട്ടിടം ഈ തകർന്നു വീണത് അതാണ്. 1 വർഷം പോലും തികച്ചു ആയുസില്ലാത്ത 3 കോടിയുടെ നവീകരണം. ഈ 3 കോടി എവിടെ നിന്നാണ്? നമ്മുടെയൊക്കെ കാശ്. എന്തൊരു അത്ഭുതമാണിത്. ഈ 3 കോടി രൂപ കൊണ്ട് അവർ അവിടെ എന്താണ് ചെയ്തത്? ഈ സ്കൂൾ ക്യാമ്പസിൽ ചെന്നാൽ ഇന്നും കാണാം ആ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ശിലാഫലകം. അതിൽ വെണ്ടക്കാ വലുപ്പത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 3 കോടി രൂപ മുടക്കി ഈ കെട്ടിടം നവീകരിച്ചു എന്ന്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പേരും അതിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. ആ ശിലകത്തിന് മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല, അതിൽ ആരും അഴിമതി കാണിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് ആ ശിലാഫലകം ജനങ്ങളെ നോക്കി പല്ലിളിക്കുകയാണ്. അത് നവീകരണത്തിന്റെ സ്മാരകമല്ല, മറിച്ച് LDF സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും വലിയ കൊള്ളയുടെ സ്മാരകമാണ്. ഒരു കെട്ടിടം നവീകരിക്കാൻ 3 കോടി രൂപ. SSAയുടെ കെട്ടിടം, ഭാഗ്യത്തിന് ക്ലാസ് റൂം അല്ല, ചിലവൊക്കെ അതൊക്കെ
അതൊക്കെ ചിലവാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല. നമുക്കിപ്പോൾ 100 കോടിയുടെ അഴിമതി എന്നൊക്കെ കേട്ട് ഈ കോടിക്കൊരു വിലയില്ലാതായി. എങ്കിൽ കൂടി ഇത് നമ്മുടെ പണമാണ്. ആ തുക ഉപയോഗിച്ചൊരു പുതിയ സ്കൂൾ കെട്ടിടം തന്നെ പണിതുയർത്താം. എന്നിട്ടും നിലവിലുള്ള കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ മാത്രമായി ഇത്രയും വലിയ തുക എഴുതിയെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ പണം മുഴുവൻ എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? ഇവിടെയാണ് അശാസ്ത്രീയ നിർമ്മാണത്തിൻ്റെ കഥകൾ പുറത്തു വരുന്നത്. പഴയ കെട്ടിടത്തിൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാതെ, അടിത്തറയ്ക്ക് യാതൊരു ബലവും ഉണ്ടോ എന്ന് പരിശോധിക്കാതെ, വെറും പുറം മോടി മാത്രം കാണിച്ച് പണം തട്ടിയെടുക്കാനുള്ള തന്ത്രമാണ് അവിടെ നടന്നത്. കോർപ്പറേഷൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ വിശദമായി പിന്നീട് പറയാം. എങ്കിൽ കൂടി ഭിത്തികളിൽ സിമൻറ്റ് പൂശി നല്ല വില കൂടിയ പെയിൻ്റ് അടിച്ച് ലൈറ്റുകളും സ്ഥാപിച്ച് പുറത്തു നിന്ന് നോക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കെട്ടിടത്തെ മാറ്റിമറിച്ചു. ഇലക്ഷൻ എടുക്കാൻ പോവുകയായിരുന്നല്ലോ, അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണമല്ലോ. അതിൻ്റെ ഒരു സംഭാവന. എന്നാലും ഉള്ളിലെ അവസ്ഥയുടെ ഗുണം ഇപ്പോൾ അറിയുന്നുണ്ടല്ലോ. ഭിത്തികൾ ദ്രവീകരിച്ചിരിക്കുകയായിരുന്നു. തൂണുകൾക്കാണെങ്കിൽ ഒട്ടും ബലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തുമ്പോൾ കോൺട്രാക്ടറും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതരും തമ്മിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാം. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയെടുക്കാൻ നവീകരണത്തിൻ്റെ പേരിൽ കോടികൾ പാസ്സാക്കുക, അതിൽ വലിയൊരു പങ്കും കമ്മീഷനായി പോക്കറ്റടിക്കുക, ഇതാണല്ലോ LDF സർക്കാരിൻ്റെ രീതി. ബാക്കി വരുന്ന തുച്ഛമായ തുക ഉപയോഗിച്ച് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വാങ്ങി കെട്ടിടം ഒപ്പിച്ചു തീർക്കുക. റോഡ് പണിയിലും പാലം പണിയിലും ഒക്കെ ഇത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാണ്. ഇതായിരുന്നു ശിവൻകുട്ടിയുടെ മൂക്കിന് താഴെ നടന്ന വിദ്യ. ഇതിൻ്റെ ഫലമാണ് ഇന്ന് ആ കെട്ടിടം ഇടിഞ്ഞു വീഴാൻ കാരണം. കുട്ടികളുടെ ജീവൻ വെച്ചാണോ ഈ LDF നേതാക്കൾ കമ്മീഷൻ അടിച്ചെടുക്കുന്നത്? അവർക്ക് കുട്ടികളും വലിയൊരു വയോജനങ്ങളൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. സംഭവം നടന്ന ഉടൻ തന്നെ തിരുവനന്തപുരം നഗരസഭാ മേയറും BJP നേതാവുമായി VV രാജേഷ് സ്ഥലത്തെത്തി. അദ്ദേഹം വെറുതെ വന്ന് കണ്ടുപോവുകയല്ല ചെയ്തത്. LDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വളരെ ക്ലീൻ ആൻഡ് ബോൾഡായ ഈ വിഷയത്തിലെ അഴിമതിയുടെ അണിവേരുകൾ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി. VV രാജേഷ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പകച്ചു നിൽക്കുകയാണ് മുൻ ഭരണാധികാരികളെല്ലാം തന്നെ. മേയർ വ്യക്തമായി പറഞ്ഞു, ഈ വിഷയത്തിൽ മുൻ മന്ത്രി V ശിവൻകുട്ടി ജനങ്ങളോട് മറുപടി പറഞ്ഞേ തീരൂ. MLA സ്ഥാനം പോലും തെറിച്ചു എന്ന് കരുതി മിണ്ടാതെ നിൽക്കാൻ ഇത് പറ്റില്ല. ഇത് AKG സെൻറ്റർ അല്ല. കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ലെന്ന് സാധാരണ സമൂഹത്തിന് മുഴുവൻ ബോധ്യമുള്ളൊരു കെട്ടിടത്തിന് വേണ്ടി കോടികൾ മുടക്കി നവീകരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. സമഗ്രമായ അന്വേഷണം വേണം. LDFൻ്റെ ഒരു സ്ഥിരം സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ഉടൻ തന്നെ അതിൻ്റെ കുറ്റം മറ്റാരുടെയെങ്കിലും തലയിലേക്ക് കെട്ടിവെക്കും. ഇവിടെയും അവർ അതിന് ശ്രമിച്ചു. പക്ഷേ സ്കൂൾ കെട്ടിടം തകർന്നപ്പോൾ നഗരസഭയുടെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാൻ ചില കേന്ദ്രങ്ങളൊക്കെ ശ്രമം ആവോളം നടത്തി. എന്നാൽ VV രാജേഷ് അതിന് നൽകിയ മറുപടി കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതോടെ സൈബർ പോരാളികളുടെയും ന്യായീകരണ കമ്മിറ്റിയുടെയും ക്യാപ്സ്യൂൾ വിതരണക്കാരുടെയും വായടഞ്ഞു. VV രാജേഷ് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇവയാണ്. സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ചു നൽകുക എന്നത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമാണ്. കുടിവെള്ളം, റോഡ്, മറ്റു പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവ നഗരസഭ കൃത്യമായി ചെയ്തു നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ തകർന്ന കെട്ടിടം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള കെട്ടിടമാണ്. അവർക്കാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഉള്ളത്. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്ന് കരുതി ഈ സ്കൂളിനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ കോർപ്പറേഷൻ സാധിക്കില്ല. കാരണം അവിടെ പഠിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദത്തിനിടയിലാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം മേയർ VV രാജേഷ് പുറത്തുവിടുന്നത്. 3 കോടി രൂപ മുടക്കി നവീകരിച്ചു എന്ന് പറയുന്ന ഈ അട്ടക്കുളങ്ങര സ്കൂൾ കെട്ടിടത്തിന് തിരുവനന്തപുരം നഗരസഭ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. എന്നിട്ടും അവരിത് പ്രവർത്തിച്ചു. ചിന്തിച്ചു നോക്കൂ, എത്ര ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഒരു സർക്കാരിൻ്റെ കെട്ടിടത്തിലേക്ക് കയറി പോവുക, നമ്മുടെ കുട്ടികളെ എവിടേക്ക് പഠിക്കാൻ അയക്കുക? കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ച് ഈ കെട്ടിടം സുരക്ഷിതമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇതിന് ഫിറ്റ്നസ് നൽകാതിരുന്നത്. ഫിറ്റ്നസ് പോലും ഇല്ലാതെ എന്ന് വേണമെങ്കിലും തകർന്ന് വീഴാമെന്ന് ഉറപ്പുള്ള ഒരു കെട്ടിടത്തിന് വേണ്ടിയാണ് മുൻ മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പ് 3 കോടി രൂപയുടെ ബില്ല് അനുവദിച്ചത്. കഷ്ടം തന്നെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ എങ്ങനെയാണ് SSC ഓഫീസ് പ്രവർത്തിക്കാൻ അനുമതി കിട്ടുക? എങ്ങനെയാണ് അവർക്ക് നൽകുക? അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ജീവനും യാതൊരു വിലയുമില്ലേ? അവിടെയുള്ള കുട്ടികൾക്കും യാതൊരു വിലയുമില്ലേ? ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾക്ക് ജനങ്ങളെ വേണ്ടത്? അവിടെ വന്നു പോകുന്ന 100 കണക്കിന് ആളുകളുടെ സുരക്ഷയ്ക്കും ആര് ഗ്യാരണ്ടി നൽകും? നഗരസഭ ഫിറ്റ്നസ് നിഷേധിച്ചിട്ടും അധികാരം ഉപയോഗിച്ച് ആ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകിയതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു കെട്ടിടത്തിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം, അതിനെപ്പറ്റി ശിവൻകുട്ടി മറുപടി പറഞ്ഞേ തീരൂ. നിങ്ങൾ റീലിടാൻ മാത്രം ഉത്സാഹം കാണിച്ചാൽ പോരാ, ചെയ്തു കൂട്ടിയതിനെല്ലാം മറുപടി പറയാനും ഇതേ ഉത്സാഹം കാണിക്കണം.
എന്തായാലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.